SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും പിണറായി വിജയനെ പുകഴ്ത്തിയതും രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ P. ജയരാജൻ കുറ്റപ്പെടുത്തി. അതേസമയം കണ്ണൂരിലെ തിരിച്ചടിയെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ന്യായീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഷാശൈലി തിരുത്തണമെന്നും വിമർശനമുയർന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വെള്ളാപ്പള്ളി നടേശനെ സമയത്ത് തിരുത്താതിരിക്കുകയും അദ്ദേഹം ഓരോ തവണ മുഖ്യമന്ത്രി പ്രശംസിച്ചുകൊണ്ടിരുന്നതും ഒക്കെ തന്നെ പ്രശ്നമായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ താമസിച്ചുപോയി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് മാത്രമാണ് ഒരല്പം സംരക്ഷണം കിട്ടിയത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾക്ക് എതിരെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിനെതിരെ കാര്യമായ വിമർശനങ്ങൾ വന്നില്ലെങ്കിലും സർക്കാർ ചില വിഷയങ്ങളെ സമീപിച്ച രീതിയോട് രൂക്ഷമായ വിമർശനം വന്നു. അതിലൊന്നാണ് വെള്ളാപ്പള്ളി നടേശനോടുള്ള സമീപനം. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശനുമായി സൗഹൃദമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാറിൽ കയറ്റിയതോ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമില്ല. എന്നാൽ വെള്ളാപ്പള്ളി ഈ വർഗീയമായ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തെ തിരുത്താൻ കഴിയാതിരുന്നതും മാത്രമല്ല അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയാതിരുന്നതും അദ്ദേഹം ഓരോ തവണ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുമ്പോൾ പാർട്ടിക്കും മുന്നണിക്കും നഷ്ടം കൂടിക്കൂടി വരികയായിരുന്നു എന്നാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറയണമായിരുന്നു. അതാണ് ഇടതുപക്ഷത്തിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ പോലും സംശയങ്ങൾ ഉണ്ടാക്കിയത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകറ്റാനിടയാക്കിയതും അതുതന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യയും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചതിനെതിരെ രൂക്ഷമായ വിമർശനം നടന്നു. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് P. ജയരാജൻ, അദ്ദേഹം തളിപ്പറമ്പിലെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു. അദ്ദേഹം അടക്കമുള്ള ആളുകൾ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിമർശനമുന്നയിച്ചു. പയ്യന്നൂരിൽ TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് ഉചിതമായില്ല എന്ന അഭിപ്രായവും അദ്ദേഹം പ്രകടിപ്പിച്ചു. കണ്ണൂരിലെ സംഘടനാ പ്രശ്നങ്ങളും യഥാസമയം പരിഹരിക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് ജില്ലയിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് P. ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. ഇതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങൾ വന്നത് KK രാഗേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലയിലെ സാഹചര്യം എന്താണ് ഉണ്ടായ സാഹചര്യമെന്ന് വിശദീകരിച്ചു. വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന അവകാശവാദമാണ് KK രാഗേഷ് സംസ്ഥാന സമിതിയിൽ നടത്തിയത്. തളിപ്പറമ്പ് എല്ലാ കാലവും ജയിക്കുന്ന മണ്ഡലമല്ല എന്ന ന്യായീകരണം കൂടി KK രാഗേഷ് നിരത്തി. എന്നാൽ പിന്നീട് ചർച്ചയിൽ പങ്കെടുത്തവരൊന്നും ആ വാദത്തോട് വാദം ഏറ്റുപിടിക്കുകയോ ആ വാദത്തെ പിന്തുണയ്ക്കുകയോ ചെയ്തില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.